ആഷിക്ക് കേരളത്തിന്റെ കാലാവസ്ഥ മാറിയും തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ശക്തമായ മഴയുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ശക്തമായ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം കടക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് നിലമ്പൂരാണ് വരുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ പേര് വന്നത് ആരാണ്? PV അൻവറിന്റെ അടക്കം പേരുകൾ വരുന്നു, അദ്ദേഹത്തിന്റെ ഇടപെടൽ വരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നിലമ്പൂരുമായി ബന്ധപ്പെട്ട് വരുന്നു. അവിടെ ഇപ്പോൾ ഒടുവിലായി വരുന്ന റിപ്പോർട്ട് അനുസരിച്ച KPCC AICCക്ക് നൽകിയ പട്ടികയിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയായിട്ട് നൽകി കഴിഞ്ഞു എന്നാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതോടെ മറ്റാരും പേരുകളുമില്ല. VS ജോയിലടക്കം പേരുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലൂടെ അൻവറിന്റെ വിരട്ടലും വിലപേശലും ഒന്നും UDFനോട് നടന്നില്ല. അതുമാത്രമല്ല, അൻവർ ഇപ്പോൾ വലിയൊരു സമ്മർദ്ദത്തിൽ കൂടി കടന്നിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വിലപേശലൊക്കെ ഉണ്ടായിരുന്നു. അൻവറിനെ സംബന്ധിച്ച് അൻവറിന്റെ തീരുമാനത്തിൽ ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല പാർട്ടി ഉണ്ടായിരുന്നത്. അൻവറിനെ കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയായിരുന്നു. എന്നാൽ പോലും അൻവർ അവിടെ പ്രത്യേക ഒരു റോള്, തൻ്റെതായ ഒരു റോള് കാണിക്കാൻ നോക്കി. പക്ഷേ അതൊന്നും തള്ളിക്കളഞ്ഞു. മാത്രമല്ല, KPCCയെ സംബന്ധിച്ചിടത്തോളം അത് പുനഃസംഘടന ഇവിടെ നിർണായകമായി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് KPCC അധ്യക്ഷനായി സണ്ണി ജോസഫിന് എടുത്തത് കൊണ്ട് തന്നെ ആ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് ഇവിടെ ഉണ്ടായില്ല. അത് ആര്യാടൻ ഷൗക്കത്തിന് കുറച്ചുകൂടി ഗുണകരമായി ഇവിടെ. അതെല്ലാം കൂടെ നോക്കുമ്പോൾ ആകെ മൊത്തത്തിൽ ഇപ്പോൾ അൻവർ പ്രതിരോധത്തിലായ ഒരു അവസ്ഥയാണ്. VS ജോയി ഇപ്പോൾ അദ്ദേഹം പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. VS ജോയിയുടെ പേരാണ് അൻവർ ഇവിടെ നിലമ്പൂരിന് വേണ്ടി പറയുന്നത്. പക്ഷേ VS ജോയി പൂർണ്ണ പിന്തുണ നൽകുന്നു, പാർട്ടിയോടൊപ്പം എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ മറ്റ് മധ്യസ്ഥ ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, വേറെ സീറ്റ് നൽകാമെന്നൊക്കെ പറയുകയാണ്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഏകോപന ചുമതല കൂടി നൽകിയിരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ UDFന്റെ നിലനിന്നിരുന്ന വലിയൊരു ആശങ്കകൾക്ക് പരിഹാരമായി അൻവറിനെ ഇപ്പോൾ എടുത്തിരുന്നെങ്കിൽ, തൃണമൂലിനൊപ്പം അൻവറിനെ എടുത്തിരുന്നുവെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറി തന്നെ ചിലപ്പോൾ UDF ക്യാമ്പിൽ ഉണ്ടാവുമായിരുന്നു. അവിടെ അപ്പോൾ അടിസ്ഥാനപരമായിട്ടുണ്ടായിരുന്ന നമുക്കറിയാം അണികളെല്ലാം തന്നെ അവർക്കെതിരെ തന്നെ തമ്മിത്തലൊക്കെ ഉണ്ടാകും. കാരണം അൻവറിന്റെ രാഷ്ട്രീയ നിലപാടുകളെ പലരും യോജിക്കില്ല. കാരണം നമുക്കറിയാം ഇന്ന് പറയുന്നതായിരിക്കില്ല നാളെ എന്നുള്ളത്. അതാണ് ഈ യാഥാർത്ഥ്യം. ആ ഒരു പ്ലേറ്റ് മാറ്റൽ എപ്പോഴും സജീവമാണ്. ഇപ്പോഴും നമ്മൾ കണ്ടത് അങ്ങനെയാണ്. അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു വാർത്ത വരുമ്പോൾ രാഷ്ട്രീയ കേരളം ഒഫീഷ്യലായി ആദ്യം നമുക്ക് തോന്നുന്നു ഇനി UDFന്റെ ഭാഗത്തു നിന്ന് ആദ്യമായി അൻവറിന്റെ പേരായിരിക്കും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ. നാളെ തന്നെ ഇനി LDFന്റെ ഭാഗത്തു നിന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. അടുത്തൊരു ചോദ്യം വരുന്നത്, അൻവർ സ്വതന്ത്രനാകുമോ അതോ എന്തായിരിക്കും അൻവറിന്റെ അടുത്ത നീക്കങ്ങൾ എന്നായിരിക്കും? എന്തായാലും ആഷിക്കത് ശ്രദ്ധിച്ചെന്ന് തോന്നുന്നല്ലേ? ഈ കുറച്ച് ദിവസമായിട്ട് നിലമ്പൂരിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്തൊരവസ്ഥയാണ്. കൃത്യമായി വാർത്തകൾ നിരീക്ഷിക്കുന്ന ഒരാളുകൾക്ക് ഉണ്ടാകുന്നൊരു സംശയമാണ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അൻവർ എവിടെയൊക്കെ വലിയ ബ്രാൻഡാവാൻ ശ്രമിക്കുന്നുണ്ടോ അവിടെയെല്ലാം അൻവർ പാളിപ്പോകുന്ന ഒരവസ്ഥയാണ് എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്നത്. ഇപ്പോൾ അൻവർ പല വിധത്തിലുള്ള ആരോപണങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നു. LDFൽ വലിയ രീതിയിലുള്ള പൊട്ടിച്ചീറ്റലുകൾ ഉണ്ടാക്കി. എന്നിട്ട് അവസാനം അൻവർ ഒരു നനഞ്ഞ പടക്കമായി മാറുന്ന അവസ്ഥയാണ് എല്ലായിടത്തും കാണുന്നത്. ഇപ്പോൾ അവസാനത്തെ കാര്യം, ഈ UDF ക്യാമ്പുകളിൽ നിന്ന് വരുന്ന വാർത്ത ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാവുമെന്ന വാർത്ത വന്നതു മുതൽ അൻവർ അസ്വസ്ഥനാണ്. അൻവർ അത് പരസ്യമായി പ്രകടിപ്പിക്കുന്നു. വാർത്തകളിൽ വന്നിട്ട് പറയുന്നു അൻവറിനെ ആര്യാടൻ ഷൗക്കത്തിനെ ഒരു ചെകുത്താനായിട്ട് വരെ ഉപമിക്കുന്നു. എന്താണ് ഒരു ക്വാളിറ്റിയുള്ള ഒരു പ്രതികരണമല്ല. ആദ്യം പറഞ്ഞിരുന്നത് അത് ആരും നിയോഗിച്ചാലും അത് കുഴപ്പമില്ലാത്ത രീതിയിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു അൻവർ ഒരു പക്ഷെ അറിഞ്ഞു കാണും, പാർട്ടിയുടെ നിലപാട് പറഞ്ഞു കാണും. നമുക്കറിയാം ഇതിനകത്ത് കൊച്ചിയിലൊക്കെ യോഗങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ അറിയിപ്പ് നൽകുകയായിരിക്കും. അൻവറിന് വേണ്ടി പ്രത്യേകിച്ച് അങ്ങനെ നമ്മുടെ നിലപാടുകൾ മാറ്റാൻ പോകുന്നില്ല, പാർട്ടിയുടെ പോലെ തന്നെ നടക്കും, അൻവറിന് വേണമെങ്കിൽ തുടരാം, അതിന് പ്രത്യേക ഒരു ലേബിൾ പറഞ്ഞു കാണും. അൻവർ ആദ്യം പറഞ്ഞത് പിണറായിസത്തെ എതിർക്കുന്ന ആരായാലും സ്ഥാനാർത്ഥിയായി മതി, നമ്മൾ അവരെ ജയിപ്പിച്ചു കൊള്ളാം എന്നാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം ആര്യാടൻ ഷൗക്കത്ത് എന്ന പേര് ഉയർന്നു വരുമ്പോൾ പറയുന്നു ഞങ്ങൾ 2 തരം ചെകുത്താന്മാരുണ്ട്, നല്ല ചെകുത്താനുണ്ട്, ചീത്ത ചെകുത്താനുണ്ട്, ആര്യാടൻ ഷൗക്കത്ത് ഏതിലെ പെടുക എന്നെനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു മാതിരി ഡയലോഗുകളായിട്ടാണ് പിന്നെ PV അൻവർ വരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കാണാൻ സാധിച്ചു ആര്യാടൻ ഷൗക്കത്തും PV അൻവറും ഒരുമിച്ച് ഒരു സദ്യയിൽ പങ്കിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കണ്ടു. എന്താണ് നിലമ്പൂരിൽ നടക്കുന്നത് എന്നറിയാത്ത അവസ്ഥ. ഇത്തരം ആരോപണങ്ങളൊക്കെ ഒരു വ്യക്തിക്ക് നേരെ പടച്ചു വിടുമ്പോൾ സ്വാഭാവികമായും അവൻ സൗഹൃദം ഉണ്ടാക്കുകയും ഒരുമിച്ചിരിക്കുകയും ഒന്നും കാണാൻ കഴിയാത്തൊരു കാഴ്ചയാണ്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് മാധ്യമങ്ങൾ വീക്ഷിച്ചവരെല്ലാം കാണുന്നത് ഇവർ തമ്മിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, നല്ല സൗഹൃദത്തിൽ ഭക്ഷണം കഴിക്കുന്നു, സംസാരിക്കുന്നു. ഇതെല്ലാം കണ്ട് ആളുകൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്താണ് നിലമ്പൂരിൽ സംഭവിക്കുന്നത്?
സംഭവിക്കുന്നതെന്ന്. ഒടുവിൽ ആ കൺഫ്യൂഷനുകൾക്കെല്ലാം വിരാമമായിട്ട് അവസാനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പ്രഖ്യാപനം വരുന്നു. ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് അവരുടെ സ്ഥാനാർത്ഥി. അവരുടെ കേന്ദ്ര കമ്മിറ്റിയെ വിവരം അറിയിക്കുന്നു. ഒറ്റപ്പേരിൽ അവർ കേന്ദ്ര കമ്മിറ്റിക്ക് നിർദ്ദേശം കൊടുക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റപ്പേരിൽ ഒതുക്കുന്നു. സാധാരണ ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്ന സമയത്ത് 2-3 പേരുകൾ സജസ്റ്റ് ചെയ്ത് ഡൽഹിയിൽ നിന്ന് തീരുമാനം വരട്ടെ എന്ന് പറഞ്ഞ് ഡൽഹിക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു ചെയ്യാറ്. പക്ഷേ ഇവിടെ കൃത്യമായി UDFന്റെ നിലപാട് ഇതാണ് എന്ന് വ്യക്തമാണ്. അതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം ഇവിടെ ഹൈക്കമാൻഡിന് കൊടുത്ത് ഒരു എന്താ പറയാനാണ് കൈ കഴുകാതെ ഇവിടെ KPCC അല്ലെങ്കിൽ KPCC കാണിച്ചൊരു മെച്യൂരിറ്റി, അതാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. അതാണ് ഇവിടുത്തെ സാധാരണ UDF ക്യാമ്പിന് കൂടി ആശ്വാസം പകരുന്ന കാര്യം. പ്രത്യേകിച്ച് ഇനി അടുത്ത നിയമസഭാ ഇലക്ഷനൊക്കെ വരാൻ പിന്നെ അതിന് മുമ്പേ ഉള്ള ഒരു സെമി ഫൈനൽ കൂടി. അതുകൊണ്ടാണ് ഇത് ഏറ്റവും നിർണായകമെന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇത് 2 തരത്തിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഇത് UDF സർക്കാരിൻ്റെ ഭാവി, അതായത് ഇപ്പോൾ പ്രതിപക്ഷം എന്ന രീതിയിൽ വലിയ ക്ഷേമകരമായിട്ടുള്ള കാര്യം പറയാനില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ സിറ്റിംഗ് സീറ്റിൽ നിൽക്കുന്ന ഇപ്പം സ്വതന്ത്രനായിട്ടാണെങ്കിൽ പോലും കോൺഗ്രസിനെ മാറ്റി അൻവർ നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് മാറ്റി UDFന്റെ പഴയ മേധാവിത്വം അവിടെ തുടരുക. മാത്രമല്ല LDFനെ അവിടെ നാമാവശേഷമാക്കുക, അവരുടെ ഫുള്ളായിട്ട് തുടച്ചു കളയുക, വരും ഇലക്ഷനിൽ തങ്ങൾ സജ്ജരാണ് എന്ന് അറിയിക്കുക. മാത്രമല്ല PV അൻവർ അവിടെ ഒന്നുമല്ല എന്ന് കാണിക്കുക. ഇതെല്ലാം കൂടിയാണ് ഇതിനെല്ലാം കൂടെ ഒരു ഉത്തരം കൂടിയാണ് ഇപ്പോഴത്തെ ഒരു ഇതിലൂടെ വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ഒരു റിഹേഴ്സലായിട്ട് ഇതിനെ കണക്കാക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിൽ എന്താണോ സംഭവിക്കാൻ പോകുന്നത്, ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, അതായത് നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഈ ഒരു നിലമ്പൂരിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് അതിലൊരു വാശിയാണ് വരാൻ. മാത്രമല്ല നേരത്തെ പറയുമ്പോൾ തന്നെ VD സതീശൻ അടക്കം നേരിട്ടിരുന്ന വലിയൊരു വെല്ലുവിളിയായിരുന്നു. അൻവറിന്റെ കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് എടുക്കുന്നില്ല, പാർട്ടി എന്തുകൊണ്ടാണ് കൃത്യമായൊരു നിലപാട് പറയാത്തത് എന്ന രീതിയിൽ അണികൾക്കുള്ളിൽ തന്നെ അമർഷം നല്ല രീതിയിലുണ്ടായിരുന്നു. ഇതിനെല്ലാം തന്നെ കൃത്യമായൊരു ഉത്തരം നേരത്തെ ആഷിക്ക് പറഞ്ഞ പോലെ തന്നെ ഒറ്റ പേര് കൊണ്ട്, ഒറ്റ പേര് നൽകിയതിലൂടെ തന്നെ അതിനകത്ത് വ്യക്തമാണ്. നമുക്കറിയാം AICCക്ക് നൽകുന്ന KPCCയുടെ ലിസ്റ്റിനകത്ത് ഇപ്പോൾ ഒരൊറ്റ പേര് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് പറയും വേറെ ആരും വേണ്ട. VS ജോയി പോലും തൃപ്തിപ്പെടുത്തി അവിടെ ഒരു ബ്ലോക്ക് ഇട്ട്, മാത്രമല്ല അൻവറിന് കൊടുക്കേണ്ടത് കൊടുത്ത്, അൻവറിന് ഇനി അടുത്ത എനിക്കൊന്ന് പരസ്യമായിട്ടൊരു വാർത്താ സമ്മേളനം വരികയാണെങ്കിൽ അൻവറിനെ കടന്നാക്രമിക്കാനുള്ള രീതിയിൽ തന്നെ ആയിരിക്കും പറയാൻ പോകുന്നത്. അൻവർ നമുക്കൊന്നുമല്ല, അൻവർ ഒരു വെല്ലുവിളിയല്ല. ഇത്രയും കാലം എന്നുള്ള നോക്ക് കഴിഞ്ഞ ഏതാണ്ട് 2-3 മാസമായിട്ട് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ അൻവർ അവിടെ കാണിച്ചിരുന്ന മേധാവിത്വമുണ്ട്. കൃത്യമായി പറഞ്ഞ ആഷിക്ക് പറഞ്ഞത് ഒരു ഷോ ഓഫ് ഉണ്ടായിരുന്നു അതിന്. അതായത് ഞാൻ വിചാരിച്ചാൽ കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഞാൻ ഇവിടുത്തെ സിറ്റിംഗ് MLA ആണ്, അപ്പോൾ ഞാൻ വിചാരിച്ചാലേ കാര്യങ്ങൾ ഇങ്ങനെ ആവുള്ളൂ. അൻവറിസം അവിടെ ഇപ്പോൾ പിണറായിസം പറയുമ്പോൾ അൻവറിസം അവിടെ വലിയ രീതിയിലൊരു ഇത് നടക്കാനുള്ള രീതിയാണ്. പക്ഷെ അതെല്ലാം തന്നെ ചീട്ട് കൊട്ടാരം പോലെ ഇപ്പോൾ തകർന്നിരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ ഇന്ന് UDF ക്യാമ്പിന് ആശ്വാസം, ഇപ്പം നേരത്തെ പറയും ഇന്ന് സ്വസ്ഥമായിട്ട് ഇറങ്ങും. കുറേ ദിവസങ്ങളിൽ അസ്വസ്ഥതകളായിരുന്നു, കലഹങ്ങളുണ്ടായിരുന്നു, അണികൾ പലതും പലതട്ടിലാകുന്നു. ഇതിനെല്ലാം കൂടെ ഒറ്റ ഉത്തരം ഇതാ ഇന്ന് കിട്ടിയിരിക്കുകയാണ്. അല്ല, ഇപ്പൊ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ സംശയം, ഇനി അൻവർ എന്ത് ചെയ്യും? അൻവർ ആരെ സപ്പോർട്ട് ചെയ്യും? ഇപ്പോൾ പരസ്യമായി ആര്യാടൻ ഷൗക്കത്തിനെ അൻവർ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അൻവർ എന്ത് ചെയ്യും? ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുമോ, അതോ ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ എന്താണ് അൻവർ ചെയ്യാൻ പോകുന്ന അടുത്ത ഘട്ടം? മുന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇനി LDF ക്യാമ്പിലോട്ട് പോകാൻ പറ്റില്ല. കാരണം അതിനും മാത്രം പറയുന്നുണ്ട്. പിണറായി സത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അൻവറിന് ഒരു കണക്കിന് ഇപ്പൊ അൻവറിന് കൃത്യമായി അറിയാം പിണറായി വിഷമിപ്പിച്ചുകൊണ്ട് അദ്ദേഹം, നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു റോൾ എങ്ങനെയാണെന്ന്. CPM എന്താണ് അല്ലെങ്കിൽ LDF എന്താണ്, അത് പിണറായിയാണ്. ആദ്യം അവസാന ഉത്തരവാണ് പിണറായി. ഇത്രയേറെ കടന്നാക്രമിച്ച നമുക്ക് തോന്നുന്നു ഇന്ന് അദ്ദേഹം എടുത്ത് പറഞ്ഞത് പ്രത്യേകിച്ചും പറയുന്നത് കാലാവസ്ഥ, അതുപോലെ NHന്റെ കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട്. സർക്കാരിനെ നല്ല രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അൻവർ പോയി അവിടെ കാല് പിടിച്ചാലും LDFിലേക്ക് ഒരു സ്കോപ്പില്ല, അവിടെ സ്ഥാനാർത്ഥിയാകില്ല. UDF കൃത്യമായി നിലപാട് അറിയിച്ചു കഴിഞ്ഞു. ഇനിയുള്ളൊരു സ്കോപ്പ് എന്ന് പറയുമ്പോൾ സ്വതന്ത്രനായി മത്സരിക്കുക എന്നുള്ളതാണ്. സ്വതന്ത്രനായി മത്സരിച്ചാൽ അൻവറിന് കിട്ടാൻ പോകുന്നത് അവിടെയും പൂർണ്ണമായ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. വിജയ സാധ്യത വളരെ കുറവാണ്. അത് LDFന് ഉപകരിക്കും എന്ന് വേണ്ട ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ. അൻവർ സ്വതന്ത്രനായി മത്സരിച്ചാൽ അൻവറിന്റെയും അതുപോലെ ആര്യാടൻ ഷൗക്കത്തിന്റെയും UDFന്റെ വോട്ട് സ്പ്ലിറ്റായി ഇവരിലേക്ക് 2 പേർക്കും പോകും. സ്പ്ലിറ്റ് പല കാരണങ്ങളുണ്ട്. അവിടെ തന്നെ നമുക്കറിയാം ലീഗിന്റെ ഒരു ഇടപെടൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനുണ്ട്. ലീഗിന്റെ ഇടപെടൽ അവിടെ ആര്യാടൻ ഷൗക്കത്തിന്റെ കാര്യത്തിൽ വന്ന അൻവറിന് ചെയ്യാൻ പോകുന്ന ലീഗുമായിട്ടൊരു ഇടപാടുണ്ടാക്കാൻ നോക്കും. പക്ഷേ അതിനകത്തും ലീഗ് കൃത്യമായൊരു നിലപാട് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഷൗക്കത്തുമായിട്ട് അത്ര നല്ല ടേംസിലല്ല എന്ന് അറിയാമെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ UDFന്റെ പ്രതിനിധി എന്ന രീതിയിൽ ഷൗക്കത്തിന് വലിയ രീതിയിലൊരു പിന്തുണ കൊടുക്കും. മാത്രമല്ല ലീഗിനും അത്രയും നിർണായകമാണ് ഈ ഒരു മത്സരം. UDF ജയിക്കേണ്ടത് ലീഗിനും കൂടി അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ലീഗിന്റെ ഇടപെടൽ കൂടി ഇതിനകത്ത് നിർണായകമാകും. മാത്രമല്ല BJP നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. BJPയും വോട്ടിന്റെ വിഹിതം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 8000-ൽ മുകളിൽ അവരും സ്കോർ ചെയ്യുന്നുണ്ട് BJPയുടെ ഭാഗത്തു നിന്നും. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വോട്ടുകൾ ഇനി സ്പ്ലിറ്റ് ആയാൽ പോലും അത്
UDF-നായിരിക്കും ഇനി ഒരു പക്ഷേ തുണയാകാൻ പോകുന്നതെന്ന് പറയാം. മാത്രമല്ല നേരത്തെ പറയാം സണ്ണി ജോസഫിനെ KPCC കൊണ്ടുവന്നതിലൂടെ അവിടെ ഒരു ടാക്ടിക്സ് നടന്നെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ UDF ഇപ്പോൾ നടത്തിയ ഒരു മൂവ്മെന്റ് നമുക്ക് കൃത്യമായ ഒരു മാതൃകാപരമാണെന്ന് പറയാം. കൃത്യമായിട്ട് എല്ലാ പ്രശ്നങ്ങളും വരേണ്ടതൊക്കെ അടച്ചിട്ട് കൃത്യമായൊരു സമയത്ത് തന്നെ അദ്ദേഹം അവിടെ നിന്ന് അവരുടെ ഭാഗത്ത് നിന്നൊരു ഇടപെടൽ ഉണ്ടാകുന്നു. ഇപ്പോൾ ഇതാ അതിൻ്റെ ഏകചിത്രമാണിത്. അപ്പം നമുക്ക് നോക്കുമ്പോൾ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. അൻവറിന്റെ തീരുമാനങ്ങളാണ് ഇനി എന്താണെന്ന് തീരുമാനിക്കുന്നത്. അവന് അൻവറിന്റെ ഒരുപക്ഷെ അദ്ദേഹം സ്വതന്ത്രനായി നിന്ന് ജയിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർട്ടികൾക്കും അതീതനായി അൻവർ വളരും. മാത്രമല്ല ഇവിടെ പരാജയപ്പെടുകയാണെങ്കിൽ അൻവർ നിന്ന് പരാജയപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ പിന്നെ തുലാസിലാവും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത് അൻവറിന്റെ ചിന്തകൾ എന്താണ്, അടുത്ത വാക്കുകൾ എന്താണ് എന്നാണ്. അതെ, തീർച്ചയായും പിണറായി സത്തെ എതിർത്തു, ആര്യാടൻ ഷൗക്കത്തിനെ എതിർത്തു. ഇനി അൻവർ എന്ത് തീരുമാനമെടുക്കും എന്നാണ് എല്ലാവരും കാത്തിരുന്ന് നോക്കുന്നത്.